Hi friends, S-Blog's പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കേ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കേരള PSC ഫിസിക്കൽ ടെസ്റ്റ് നടത്തുന്ന മെന്നിന്റെ ഫിസിക്കൽ ടെസ്റ്റിലെ ഹൈ ജമ്പിന്റെ ഡീറ്റെയിലും അതിന്റെ വർക്കൗട്ടും എന്തൊക്കെ ആക്ഷൻ ഉണ്ട് അതിനെ പറ്റിയുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കേ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പേ ഹൈ ജമ്പ് നമുക്ക് രണ്ടാമത്തെ ഇവന്റ് ആണ്. രണ്ടാമത്തെ ഇവന്റിൽ നമുക്ക് ചാടാനുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1 മീറ്ററും 32 സെൻറ്റിമീറ്റർ 2 മില്ലിമീറ്ററുമാണ്. ഓക്കെ, നമുക്ക് ചാടാനുള്ള ഇതിന് നമുക്ക് രണ്ടാമത്തെ ഐറ്റമാണ് 3 ചാൻസ് നമുക്ക് തരുന്നതാണ്. ഇതിൽ നമുക്ക് ഹൈറ്റ് ഉള്ളവർക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ള ഒരു ഈവൻ്റാണ് ഹൈ ജമ്പ്. ഓക്കെ, നമുക്ക് ഹൈറ്റ് ഉള്ളവർക്ക് അത്രയും നമുക്ക് ജമ്പിങ് പവർ കുറച്ച് മതി. നമുക്ക് കാല് ക്ലിയർ ആക്ഷൻ മാത്രം ഉണ്ടായിരുന്നാൽ നമുക്ക് ഹൈ ജമ്പ് പാസ്സാകാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇൻ്റർനാഷണൽ അംഗീകരിച്ച 4 വെറൈറ്റി സ്കില്ലുകളാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഓടിയൊന്ന് ഹഡിൽ ജമ്പ് ചാടുന്ന ഒരു പതിവുണ്ട്. അതും നമുക്ക് ഫൗളല്ല. ഒറ്റ ലെഗ് ഹോപ്പാണെങ്കിൽ നമുക്ക് ഫൗളാണ്. 2 കാലിൽ ടേക്ക് ഓഫ് വരാൻ പാടില്ല. ഒറ്റ കാലിൽ ടേക്ക് ഓഫ് ആണെങ്കിൽ നമുക്കത് പാസ്സാണ്. ആ സ്കില്ല് നമുക്ക് ഉപയോഗിക്കാം, വേറെ കുഴപ്പമില്ല. ഓക്കെ, നമുക്കിതിൽ ഹൈറ്റ് നല്ല കൂടുതലുള്ളവർക്ക് നമുക്ക് വെർട്ടിക്കൽ ജമ്പ് ഉള്ളവർക്ക് ഇത് ഭയങ്കര നമുക്ക് എളുപ്പമുള്ളതായിരിക്കും. അതായത് 1.75 മേളിലുള്ളൊരു സിസർ പ്രാക്ടീസ് ചെയ്യണത് നന്നായിരിക്കും. ഓക്കെ, അതിന് താഴെയുള്ളവർ അതായത് 1.65 1.67 ആണെങ്കിൽ നമുക്ക് ജമ്പ് ഇല്ലാത്തവരാണെങ്കിൽ സ്ട്രെഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ബെല്ലി അല്ലെങ്കിൽ വെസ്റ്റേൺ റോള് പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, നമ്മൾ ഈ നാലാമത്തെ ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ഫ്ലോട്ടാണ്. അതായത് ഇൻ്റർനാഷണൽ ഇതിൻ്റെ രീതിയിൽ വരുന്ന ഒരു ഐറ്റമാണ്, ഇപ്പം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റമാണ്. ഓക്കെ, നമുക്ക് 4 ഇതിനെ പറ്റി ഒന്നുകൂടെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ സിസർ എന്ന് പറഞ്ഞ ഐറ്റമാണ്. ഓക്കെ, രണ്ടാമതെന്ന് പറഞ്ഞാൽ നമുക്ക് ബെല്ലി എന്ന് പറയുന്നത് സ്ട്രെഡിൽ എന്നാണ് പറയുന്നത്. അത് രണ്ടാമത്തെ ഐറ്റം. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ റോളാണ്. വെസ്റ്റേൺ റോൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബെല്ലിനെ കാട്ടിയും കുറച്ചുകൂടെ ഒരു വെറൈറ്റി ഉള്ള സംഭവമാണ്. ഓക്കെ, നാലാമത്തെ ഐറ്റമാണ് ഫ്രീ ഫ്ലോട്ട് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇങ്ങനെ 4 ഐറ്റത്തിലാണ് നമ്മൾ ഹൈ ജമ്പ്. പിന്നെ നമുക്ക് ഹൈ ജമ്പ് ഇപ്പോൾ എല്ലാവർക്കും ഒരു പേടിയുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും പറയും എനിക്കത് കിട്ടൂല. അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും 100% പാസ്സാകാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഹൈ ജമ്പ്. അത് നമ്മൾ വർക്കൗട്ട് ചെയ്താൽ അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് ഓരോന്നായിട്ട് ഹൈ ജമ്പ് ഓരോ വെറൈറ്റി ആയിട്ട് കാണിച്ചു തരുന്നതാണ്. നമുക്ക് ഓരോ സ്കില്ലിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന സിസറാണ്. സിസർ നമ്മൾ ചെയ്ത് കാണിക്കാം. അത് ഏറ്റവും ഹൈറ്റ് ഉള്ളവർക്കും ഏറ്റവും എളുപ്പമുള്ള സ്കില്ലാണ്. അത് സ്കില്ല് റെഡിയായി പെട്ടെന്ന് ക്യാച്ച് ആവുന്നവരായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ രണ്ടാമതായി കാണിക്കാൻ പോകുന്നത് സ്ട്രെഡിലാണ്. സ്ട്രെഡിൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ഇതാണ്. നമുക്ക് ഹൈറ്റ് കുറഞ്ഞവരിക്കും പിന്നെ വെയിറ്റ് ഉള്ളവരിക്കും ഏറ്റവും പെട്ടെന്ന് ക്യാച്ച് ആകാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. സ്ട്രെഡിലെന്ന് ബെല്ലി എന്ന് പറയുന്നത് ഈ 2 സംഭവം ഒന്നാണ്. ഓക്കെ, നമ്മൾ മൂന്നാമത് ചെയ്യുമ്പോൾ വെസ്റ്റേൺ റോളാണ്. വെസ്റ്റേൺ റോൾ എന്ന് പറഞ്ഞാൽ ബെല്ലിയെക്കാട്ടിലും കുറച്ച് ഡിസ്റ്റൻസ് കൂടുതൽ നമുക്ക് ഓടി വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷേ അത് നല്ല ഇതാണ്, പെട്ടെന്ന് ഇമ്പ്രൂവ് ആവും. പിന്നെ നമുക്ക് ഇഞ്ചുറി വരാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ നമ്മൾ നോക്കി ചെയ്യുക. ആദ്യം ഹൈറ്റ് കുറച്ച് വെച്ച് സ്കില്ല് റെഡിയാക്കിയ ശേഷം നമ്മൾ ഹൈറ്റ് കൂട്ടാൻ ചെയ്യുക. ഓക്കെ, നമ്മൾ നാലാമതായി പറയുന്നത് ഫ്രീ ഫ്ലോട്ടാണ്. ഇതിൽ സംബന്ധിച്ച് നമുക്ക് ബെഡിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് ഇൻ്റർനാഷണൽ ഇപ്പം ചെയ്യുന്ന സംഭവമാണ്. ബെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചുറി വരാൻ ചാൻസ് കൂടുതലാണ്. ഒരു കാരണവശാലും നിങ്ങൾ മണലിൽ ചെയ്യാൻ പാടില്ല. ഈ നാലാമത്തെ ഐറ്റം. ബാക്കി 3 ഐറ്റവും നമുക്ക് മണലിൽ ചെയ്ത് സ്കില്ല് റെഡിയാക്കിയ ശേഷം നമ്മൾ ഹൈറ്റ്. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ 4 ഐറ്റം പറഞ്ഞു തന്നു. ഇനി നമ്മൾ പറയുന്നത് ഇപ്പോഴും എല്ലാ ഫിസിക്കൽ ടെസ്റ്റിനും നമുക്ക് ബെഡാണ്. അതായത് ലാസ്റ്റായിട്ട് നടന്ന ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബീറ്റ് ഫോറസ്റ്റ് ഡ്രൈവറായിരുന്നു. ഡ്രൈവറിന് എല്ലാ ജില്ലകളിലും ബെഡുണ്ടായിരുന്നു. അത് പോയിട്ട് NCA കാറ്റഗറിയിൽ നമുക്ക് ഫയർമാനൊക്കെ നടന്നിട്ടുണ്ട്. അതിന് ബെഡായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ലത് ബെഡിൽ ചാടി പഠിക്കുന്നതാണ് നല്ലത്. ഓക്കെ, നമ്മൾ ഈ 4 ഐറ്റത്തെ പരിചയപ്പെട്ടു. നമുക്ക് ഇനി ഇതിൻ്റെ വെർട്ടിക്കൽ ജമ്പ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വർക്കൗട്ടിനെ കുറിച്ചാണ്. നമ്മൾ 5 വർക്കൗട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 5 വർക്കൗട്ട് നമുക്ക് എന്നും ചെയ്യാവുന്നതാണ്. നമുക്ക് വർക്കൗട്ടിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു 80 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു സ്റ്റൂളിലോ സ്റ്റെപ്പിലോ ഇരിക്കുക. ഒരാൾ ടെന്നീസ് ബോൾ മുകളിലോട്ട് ചെറുതായിട്ട് ഹൈറ്റിലിടുക. നമ്മൾ അവിടെ നിന്ന് എണീറ്റ് ആ ബോർഡ് ചാടി പിടിക്കുക ബോൾ. ഓക്കെ, നമ്മൾ ഇതിന് ചെയ്യിപ്പിക്കുന്നത് വെർട്ടിക്കൽ ജമ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് എന്ന രീതിയിൽ ചെയ്യുക. ഇത് 10 റിപ്പീറ്റേഷൻ വെച്ച് 3 സെറ്റ് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് വർക്കൗട്ട് നമ്മൾ ജമ്പ് ചെയ്യുക, സ്കോട്ട് ചെയ്യുക. അടുത്ത് വീണ്ടും ജമ്പ് ചെയ്യുക, സ്കോട്ട് ചെയ്യുക. ഓക്കെ, അതിന് നമ്മൾ ജമ്പ് ചെയ്തിട്ട് താഴെ ഇറങ്ങും സ്കോട്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ ചെയ്യുക. ഇതിൻ്റെ 10ൻ്റെ 3 റിപ്പീറ്റേഷൻ വെച്ച് ചെയ്യുക. ഓക്കെ, മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ എയറിൽ വെയിറ്റിംഗ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ ജമ്പ് ചെയ്യുക, ഓപ്പോസിറ്റ് കൈയും തൊടുക. ഓക്കെ, ഓപ്പോസിറ്റ് കാലും എയറിൽ വെച്ചാണ്. അപ്പോൾ നമ്മൾ എയറിൽ വെയിറ്റിംഗ് കിട്ടിയാൽ നമ്മൾ കാല് കറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ 10ൻ്റെ 3 റിപ്പീറ്റേഷൻ വെച്ച് ചെയ്യുക. ഓക്കെ, നാലാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ഓപ്പോസിറ്റും കാല് ഓപ്പോസിറ്റും നിന്നുകൊണ്ട് നീ തൊടുക. ഓക്കെ, ഇതിൻ്റെ തന്നെ നമ്മൾ 10ൻ്റെ 3 റിപ്പീറ്റേഷൻ വെച്ച് ചെയ്യുക. എക്സസൈസ് എന്ന് പറയാൻ 3 മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ കോൺ വയ്ക്കുക. ഒന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് ജമ്പ് ചെയ്യുക, ഫ്രോഗ് ജമ്പ് പോലെ ചെയ്യുക. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് ജമ്പ് ചെയ്യുക.
അങ്ങനെ നമ്മൾ 30 പ്രാവശ്യം ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ 5ാമത്തെ വർക്കൗട്ട്. ഇതോടെ നമ്മൾ വർക്കൗട്ട് അവസാനിച്ചിരിക്കുന്നു. ഇത് നല്ല രീതിയിൽ ഈ വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾ വെർട്ടിക്കൽ ജമ്പ് ഇമ്പ്രൂവ് ആവുന്നതാണ്. വെർട്ടിക്കൽ ഇമ്പ്രൂവ് ആയാൽ നമുക്ക് ഹൈ ജമ്പ് കിട്ടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, ഫിസിക്കൽ അടിക്കുക, ഒരു നല്ലൊരു ജോലി കയറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.